ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് ആൻഡ് സോർ മഷ്റൂം ആണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സമയം മതി ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ്. പിന്നെ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയതാണ് മഷ്റൂം. വൈറ്റമിൻ ഡി ധാരാളം ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വീറ്റ് ആൻഡ് സോർ മഷ്റൂം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾക്ക് നല്ല തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഈ മഷ്റൂം ചേർത്തൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ഒന്ന് നമുക്ക് ഹൈ ഹീറ്റിലൊന്ന് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ മഷ്റൂം എല്ലാം നന്നായിട്ട് ബ്ലാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് മൈദ മാവ് എടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഞാനിതിൽ മുട്ട ചേർക്കാതെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസാക്കിയാണ് ഇത് കലക്കിയെടുക്കുന്നത്. മുട്ട ചേർക്കുന്നവരാണെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ച് കുറച്ച് കട്ടിയിലെടുത്തിട്ട് മുട്ട ചേർത്ത് പാകത്തിന് ലൂസാക്കി കലക്കിയെടുക്കുക. ഒത്തിരി കട്ടിയിൽ കലക്കിയെടുക്കരുത്. കൂടുതൽ കട്ടിയുള്ള ബാറ്ററിൽ നമ്മൾ മഷ്റൂം ഫ്രൈ ചെയ്തെടുത്താൽ ഡിഷ് റെഡിയാക്കുമ്പോൾ അത് ആ കോട്ടിംഗ് എല്ലാം വിട്ടുപോകും, മഷ്റൂമിൽ നിന്ന് വിട്ട് കിടക്കും. അത് ഇല്ലാതിരിക്കാൻ കുറച്ച് ലൂസായി ബാറ്റർ റെഡിയാക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയിടുക. 10 മിനിറ്റ് ഈ ബാറ്ററിൽ തന്നെ മുക്കിയിട്ടതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു സീസണിങ് സോസ് റെഡിയാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 3 ടീസ്പൂൺ ഹോട്ട് ആൻഡ് സ്വീറ്റ് ടൊമാറ്റോ സോസ് ചേർക്കുക. 2 ടീസ്പൂൺ സോയ് സോസ് ചേർക്കുക. 3/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് ചേർക്കുക. പിന്നെ ആപ്പിൾ സിഡർ വിനീഗർ ഒരു 1.5 ടീസ്പൂൺ ചേർക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അതിന് പകരം ഞാൻ ശർക്കര അഴിപ്പിച്ചതാണ് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ശർക്കര അഴിപ്പിച്ചത് ചേർക്കാം, അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി മഷ്റൂം ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പാനിൽ എണ്ണ നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ മഷ്റൂം ഓരോന്നായി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് വേഗത്തിൽ ലഭിക്കുവാൻ ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇപ്പോൾ മഷ്റൂം എല്ലാം ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടർത്തി മാറ്റി കൊടുക്കാം. നല്ല ഗോൾഡൻ യെല്ലോ കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ മഷ്റൂം എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഗ്രേവി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള വലുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. മീഡിയം ഹീറ്റിലാണ് ഇനി ഇതെല്ലാം നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. സവാള 1 മിനിറ്റ് ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് 3 നിറത്തിലുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ അളവിലാണ് ഇതെല്ലാം എടുത്തിരിക്കുന്നത്. 3 നിറത്തിൽ ക്യാപ്സിക്കം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സീസണിങ് സോസ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലതുപോലെ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ തുടരെ ഇളക്കി കൊടുക്കാം. നന്നായി തിളച്ച് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് തീരെ പൗഡറായിട്ടല്ല, കുറച്ച് കരുകരുപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. കോളിഫ്ലവർ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിക്കും പൂരിക്കും ഫ്രൈഡ് റൈസിനൊക്കെ വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.